ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ് 125 വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയാണ്. എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള വാറണ്ടി സർവീസിൽ പെട്ടാണ്. അപ്പോൾ നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് കമ്പനി ലൈനർ അടങ്ങാൻ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാമെന്നുള്ളൂ. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. അതേപോലെ ബാക്കിലത്തെ ടയർ ഏറെക്കുറെ ഒരു 80% കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അടുത്ത സർവീസിലൊക്കെ മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് കമ്പനി ഫിൽറ്റർ കിടക്കണേ, പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. അപ്പോൾ തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ളൂ. പിന്നെ ക്ലച്ചിൻ്റെ സൈഡ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടുത്തെ ഒരു ഓയിൽ സീൽ നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. ഒരു ഓയിലേക്ക് ആരംഭമാണ് കേട്ടോ, തുടക്കം കാണുന്നുണ്ട്. അപ്പോൾ കൈയോടെ നമുക്ക് അതിൻ്റെ ഓയിൽ സീൽ മാറ്റിയിട്ടേക്കാം. ഈ സൈഡൊക്കെ ചെറിയ നനവ് ഓടിയിട്ടുണ്ട്. പിന്നെ ക്ലച്ചിനകത്ത് വേറെ പറയാത്ത കംപ്ലൈൻ്റ് ഒന്നുമില്ല. നമുക്ക് ബെൽറ്റൊക്കെ പുതിയ ബെൽറ്റ് കിടക്കണേ, ക്ലച്ചൊക്കെ ഫ്രഷാണ്. അപ്പോൾ ആ ഓയിൽ സീൽ ചെറിയൊരു ലീക്കാണ്, പക്ഷേ എന്നാൽ പോലും നമുക്കത് മാറ്റിയിട്ടേക്കാം. കാരണം അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ലീക്ക് കൂടുതൽ കാണിക്കും. പിന്നെ കിക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് തട്ടാം. പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് പോലെ തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം അങ്ങനെ ഇടുന്ന ഓർത്തെ കുഴപ്പമില്ല. കാർബറേറ്ററിൻ്റെ ഭാഗത്തൊന്നും പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഇല്ല. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ നയിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യട്ടോ. വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ടയറും ഈ പറഞ്ഞ പോലെ തീർന്ന് നിൽക്കണം കേട്ടോ. ഏകദേശം ഒരു 90% ഫ്രണ്ട് ടയറും ഉപയോഗിച്ച് കഴിഞ്ഞാണ്. ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്ന ബാറ്ററി. ഞാൻ എൻ്റെ വോൾട്ടൊക്കെ നോക്കി 13.15 വരെ വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 8.97 വരെ. നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പ്രോബ്ലം ഒന്നുമില്ല, ബാറ്ററി ഓക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. പിന്നെ വാട്ടർ സർവീസ് ജനറൽ സർവീസ് ആണ് അതിനകത്ത് വന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഏകദേശം ഒരു 3:30-4 മണിക്കാകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആവും. ഞാനപ്പോൾ വിളിച്ചോളാം എന്തായാലും.